നമുക്ക് പ്രിയ സുഹൃത്തുക്കളെ, നമുക്ക് 5 വിഷയം മുടക്കാതെ സ്വന്തമായിട്ടൊരു വരുമാനം കണ്ടെത്താൻ പറ്റും. ആദ്യമായിട്ട് വലിയ ആദായമില്ലെങ്കിലും ചെറിയ ആദായത്തിലോട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. വീട്ടിലിരിക്കുന്ന ആർക്കും ചെയ്യാം. ഇപ്പം ഞാൻ വീട്ടിലുള്ള മാലിന്യങ്ങൾ എന്ന് പറയുക, ചോറ്, മീൻ വിട്ടത് എല്ലാ സാധനങ്ങളും, ചാരം, സാധനങ്ങൾ, വീട്ടിലുള്ള സാധനങ്ങൾ നമ്മളെടുത്ത് ഇതുപോലെ ടാങ്കിലിടുക. ആദ്യം കുറച്ച് പച്ച ചാണകം എവിടെ നിന്ന് വാങ്ങിച്ചിടുക. അതിൻ്റെ മണ്ടയിൽ ചാരം, അതുപോലെ വീട്ടിലുള്ള വേസ്റ്റുകളെല്ലാം ഇടുക. ഇപ്പോൾ തന്നെ ഞാൻ വീട്ടിലുള്ള വേസ്റ്റ് വന്ന ചോറ്, അത് കഴിഞ്ഞിട്ട് മറ്റുള്ള മീനിൻ്റെ എല്ലാം ഇട്ടിട്ടുണ്ട്. നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ചപ്പും ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് ചാരമുണ്ട്, എല്ലാം ഉണ്ട്. ഇതൊക്കെ നമുക്കൊരു മാലിന്യ സംസ്കരണത്തിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോകാനും പറ്റും. നമുക്ക് വലിയ ചിലവില്ല. പക്ഷേ ഇത് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പൈസയും കിട്ടും. ആദ്യത്തെ ഒരു 2-3 മാസത്തെ ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉള്ളൂ. 2-3 മാസത്തെ ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഇട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതുപോലെ കരിയില ഉണ്ടെങ്കിൽ അത് ഇതിനകത്തിട്ട് കത്തിച്ച് ഇതുപോലെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ആദ്യത്തെ ഒരു മാസം ബുദ്ധിമുട്ട് കാണും. അപ്പോൾ ഈ ചെടി വളർത്തുന്നിടത്തും എല്ലായിടത്തും നമ്മളിത് പോയി പറയണം, ഇതുപോലെയായി നല്ല ഒറിജിനൽ വളമുണ്ട്, നിങ്ങൾക്ക് വേണം. ഇതുപോലെ വരുന്ന പ്ലാസ്റ്റിക്കൊക്കെ എടുത്തും മാറ്റണം. അപ്പോൾ ഇങ്ങനെ വീട്ടിലെ പച്ചക്കറി അരിക്കുന്നു, വേസ്റ്റുകളെല്ലാം ഇടുക. ഇങ്ങനെ ഇട്ട് 2-3 ദിവസം വന്നിട്ട് നമ്മൾ രാവിലെയും വൈകിട്ടും ഇതുപോലെ അടച്ചു വെച്ചിട്ട് രാവിലെയും വൈകിട്ടും വന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ ഒരു നേരമെങ്കിലും ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എടുത്തതിൻ്റെ ഒരു വീഡിയോയുടെ ഭാഗമാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. അതിപ്പം ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് ആ ചാണകപ്പൊടി എന്തോ ആയെന്ന് നമുക്കൊന്ന് അറിയാൻ പറ്റും. വീട്ടിലെ മാലിന്യ സംസ്കരണത്തിനും നല്ലതാണ്. പിന്നെ അതുപോലെ തേയിലക്കൊന്തോ അടുത്തുള്ള എന്ത് കിട്ടിയാലും ഇതുപോലെ കൊണ്ടുവന്ന് ഇടുക, ഇളക്കുക. നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു പൈസയും ചിലവില്ല. നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു ദിവസം ഒരു 10 പാക്കറ്റ് പോയി കഴിഞ്ഞാൽ 300 രൂപയെങ്കിലും കിട്ടും. ചോദിക്കുന്ന പൈസ കിട്ടുന്നു. ചെറിയ പാക്കറ്റാക്കി വെക്കണം. 1 കിലോ, 2 കിലോ, 3 കിലോ. അപ്പോൾ ചെടികളുള്ള വീടുകളിൽ ചെല്ലുക, അവരോട് ആദ്യം പറയുക. പിന്നെ നമ്മുടെ കൂടെ സഹകരിക്കുന്നവരോട് പറയുക. അപ്പോൾ അങ്ങനെ സഹകരിക്കുന്നവരോട് എല്ലാം പറയണം. അല്ല നമ്മൾക്ക് നാണക്കേടോ മാനക്കേടോ കൊണ്ട് വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. ധൈര്യമായിട്ട് തന്നെ എല്ലാവരും പറയുക. ആദ്യം നമുക്കൊരു 10 കിലോ പോയി കഴിഞ്ഞാൽ പിന്നീട് അത് 20 കിലോയായി 30 കിലോയായി. ആദ്യത്തെ ഒരു മാസം ബുദ്ധിമുട്ടുകൾ മാത്രമേ നമുക്ക് ഉണ്ടാകത്തുള്ളൂ. ചിലപ്പോൾ ആദ്യം തന്നെ നമുക്കിത് പ്രയോജനപ്പെടും. നല്ല ഒറിജിനൽ ചാണകമാണ്. അപ്പോൾ ഈ കൊടുക്കുന്നവരോട് നമ്മൾ പറയേണ്ടത്, ഏത് സാധനത്തിന് മൂട്ടിയിട്ടാലും മൂടടുപ്പിച്ചിടരുന്ന് പറയണം. എന്ന് പറയുന്നത് ഇത് ഒറിജിനൽ സാധനമാണ്, ഇത് പറയണം. മൂടടുപ്പിച്ചിട്ട് കഴിഞ്ഞാൽ അത് കരിഞ്ഞു ചൂട് കൊണ്ട്. അപ്പോൾ മഴ സമയത്ത് ഇതിട്ട് കൊടുക്കാവും. അത് കഴിഞ്ഞിട്ട് അല്ലാതെ ഇടുകയാണെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു ഭാഗം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഇട്ട് കഴിഞ്ഞത്, അപ്പോൾ ഈ പ്രാവശ്യം ഒന്ന് എടുത്തു നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ള അറിയാൻ വേണ്ടി. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഇതുപോലെ എല്ലാം കൂടെ മിക്സ് ചെയ്ത്, ചാണകപ്പൊടി എല്ലാം കൂടെ മിക്സ് ചെയ്ത്, ചാണകപ്പൊടിയല്ല പച്ച ചാണകം എല്ലാം കൂടെ കൂടി മിക്സ് ചെയ്ത്, ചാരം എല്ലാം കൂടെ ഇട്ട്, വീട്ടിലെ മാലിന്യം എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്താൽ നമുക്കിത് എന്തോ എന്ന് അറിയാൻ വേണ്ടി ഇത് തുറക്കുകയാണ്. ഉണ്ടല്ലേ, ഇത് ഉണങ്ങി. ഇത് ഞാൻ ഒരു 3-4 ദിവസം കൊണ്ട് വന്ന ഇത് ഇളക്കിയതായത് കണ്ടോ. ഇത് ഉണങ്ങി. ഇതിനകത്ത് കിടക്കുന്ന സാധനം എന്ന് പറയുമ്പോൾ വീട്ടിലെ സകലവിധ മാലിന്യങ്ങളും ഉണ്ട്, ചോറ്, എല്ലാ സാധനങ്ങളും ഉണ്ട്. ഈ സാധനം ഞാൻ ഇളക്കി ഇപ്പോൾ പൊടിച്ചു. അല്ലേ, ഇതുപോലെ ഇളക്കി ഇതുപോലെ തന്നെ കിട്ടും നമുക്ക്. അപ്പോൾ വീട്ടിലെ ഒരു സംസ്കരണ യൂണിറ്റ് ആവും. നമുക്ക് നല്ലൊരു വരുമാനമാണ് ഇത്. അത് ചെടികളും ഉള്ള വീടുകളിലെല്ലാം നമ്മൾ ചെന്നിട്ട് നമ്മൾ കാണുന്നവരിലെല്ലാം പറയണം, ഇന്നപോലെ സാധനം ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണോ ആവശ്യമെന്ന് ചോദിക്കണം. നല്ലൊരു വില തന്നെ കിട്ടും. 1 കിലോയ്ക്ക് 30 രൂപ 40 രൂപ വെച്ച് തന്നെ നമുക്ക് കിട്ടും. നല്ല ചാണകമാണ്. അപ്പോൾ നമ്മൾ പറയുന്ന പോലെ തന്നെ ആയിരിക്കും നമ്മുടെ കച്ചവടം നടക്കുന്നത്. ഉണ്ടല്ലേ, ഇതിപ്പോൾ നമ്മളിത് ഇതുപോലെ വാരി 1 കിലോ 2 കിലോ 3 കിലോ 5 കിലോ പാക്കറ്റ് ആക്കുക. ഇതുപോലുള്ള പൊടിയായിരിക്കണം, കട്ട വരുന്നതല്ല. ഇതുപോലെ പൊടിച്ച് എടുക്കണം. കണ്ടോ, നമുക്ക് പൈസ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഇത്. നമുക്കൊരു 3 കൊട്ട ചാണകത്തിൻ്റെ ആവശ്യമുള്ളൂ. ബാക്കി വീട്ടിലെ വേസ്റ്റും ചാരവും ഇതൊക്കെ ഉള്ളതെല്ലാം കൊണ്ടുവന്നിടാം. അടുത്ത വീട്ടിലെ ചാരവും ചുമ്മാ കിട്ടുകയാണെങ്കിൽ അത് കൊണ്ടുവന്നിടാം. അപ്പോൾ ഇത് നല്ലൊരു പരിപാടിയാണ് ഇത്.
കണ്ടോ, ഇത് 1 കിലോ 5 കിലോ പാക്കറ്റാക്കും. 5 കിലോ കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് 100 രൂപ കിട്ടിയാലും നഷ്ടമില്ല. ഇതിപ്പോൾ 100 കിലോ ഉണ്ട് ഇത്. കണ്ടോ, ഇതിപ്പം ഫ്രിഡ്ജിൻ്റെ ഒരു ടാങ്കാണ്. ഇതിപ്പം മൊത്തത്തിൽ ഒരു 100 കിലോ ഉണ്ട്. ഈ 100 കിലോ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ 30 രൂപ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ 3000 രൂപ കിട്ടും. അപ്പം ഒരു ദിവസം കൊണ്ട് മൊത്തം ചിലവാകണമെന്നില്ല. ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് മൊത്തം ചിലവാകും. നമ്മൾ ഓർഡർ പിടിക്കുന്ന പോലെ തന്നെ ഇരിക്കും, വീഡിയോസ് ആൾക്കാർ സംസാരിക്കുന്ന പോലെ തന്നെ ഇരിക്കും നമ്മുടെ ഈ സാധനം ചിലവാകുന്നത്. അല്ലാതെ ഇതെല്ലാം കഷ്ടപ്പാടാൻ പറഞ്ഞുകൊണ്ട് ഇരുന്നിട്ട് കാര്യമില്ല. 10 പൈസ ഉണ്ടാക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ആദ്യം നമുക്കൊന്നും കിട്ടിയില്ലെങ്കിലും പിന്നീട് ഒരു വരുമാന മാർഗ്ഗമാകും. 10 പേര് അറിഞ്ഞറിഞ്ഞ് വരുമ്പോൾ നമുക്കൊരു വരുമാന മാർഗ്ഗമാകും. അതൊരു 5 കിലോ പാക്കറ്റ് ആക്കിയിട്ട് 100 രൂപ 150 രൂപയ്ക്ക് കൊടുക്കുക, അല്ലെങ്കിൽ 2 കിലോ പാക്കറ്റ് ആക്കുക, വീട്ടുകാർക്ക് വേണ്ടി ആക്കുക. അപ്പോൾ ഈ ത്രാസ് ഇപ്പം ഇല്ലെങ്കിലും വാങ്ങിക്കണമെന്നൊന്നുമില്ല. ഒരു ഉദ്ദേശിച്ച ഒരളവിന് നമ്മളത് ചെറിയ ചെറിയ പാക്കറ്റാക്കി ഉദ്ദേശിച്ച ഒരളവിന് കൊടുത്താൽ മതി. വേറെ അടുത്ത് കൊണ്ടുപോയി തൂക്കാനൊന്നും പോകേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് ത്രാസിൽ വാങ്ങിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പം നമുക്ക് ത്രാസ് വാങ്ങിക്കുന്നിടം വരെ, പല ത്രാസ് വാങ്ങിക്കുന്നിടം വരെ നമ്മളൊരു ഉദ്ദേശിച്ച അളവിൽ കവർ വാങ്ങിച്ചിട്ട്, അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ കവർ വാങ്ങിച്ചിട്ട് നമ്മൾ, അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്ന കവർ കിട്ടും. ഈ പഞ്ചസാരയും മുളക് പൊടിയൊക്കെ മറ്റുള്ള സാധനങ്ങളൊക്കെ പായ്ക്കുന്ന പലചരക്കടയിൽ കൊണ്ടുവരുന്ന പോലെയുള്ള പ്ലാസ്റ്റിക് കവറുണ്ട്. അതുപോലെ 1 കിലോ കവർ വാങ്ങിച്ചാൽ മതി. അത് വാങ്ങിച്ചിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ കെട്ടി വെക്കുക. 1 കിലോ 2 കിലോ വീതം കെട്ടി വെക്കുക. കെട്ടി വെച്ചിട്ട് ഇതുപോലെ, അല്ല ആദ്യം ത്രാസ് വാങ്ങിക്കാൻ മാർഗ്ഗമില്ലെങ്കിൽ ത്രാസൊന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല. വാങ്ങിച്ച് വെച്ചിട്ട് കച്ചവടമൊക്കെ ആയി വരുമ്പം ചെറിയ ത്രാസ് വാങ്ങിക്കുക. ചിലപ്പോൾ നമുക്ക് 1 കിലോ കൊടുക്കുമ്പോൾ 1.5 കിലോ പോകും. അതൊന്നും കണക്കാക്കേണ്ട കാര്യമില്ല. ചിലപ്പം 2 കിലോ കൊടുക്കുമ്പോൾ 3 കിലോ പോകും. ഇല്ല, നമുക്ക് അതിൽ കൂടുതൽ നല്ല വരുമാന മാർഗ്ഗമായത്. ഇത് ഇങ്ങനെ ചെയ്യണം. അപ്പോൾ വീട്ടിൽ ഇരിക്കുന്നവർക്കും അല്ലാത്തവർക്കൊക്കെ നല്ലൊരു വരുമാന മാർഗ്ഗമായത്. അപ്പോൾ അടുത്ത വീട്ടിലെ പശുവിനെ വളർത്തുന്നവരുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത അങ്ങോട്ട് മാറിയുണ്ടോ ഉണ്ടെങ്കിൽ, ഒരു 2 വീലർ ഉണ്ടെങ്കിൽ ഒരു ചാക്കെടുത്തുകൊണ്ട് പോവുക. 2 ചാക്ക് പച്ചച്ചാണം വാരിക്കൊണ്ട് വരിക. 1 ചാക്ക് പച്ചച്ചാണം ചാണ്ടായിട്ട് കൊണ്ടുവരിക. കൊണ്ടുവന്ന് ഇതുപോലെ ഇട്ട് വെക്കുക. വെച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വേസ്റ്റ് ഇടുക. ഇതിപ്പോൾ ഞാൻ ഒരാഴ്ചയായിട്ടാണ് പൊടി ചെയ്തത്. ഒരാഴ്ചയായിട്ടാണ് മിക്സ് ചെയ്തത്. സൂപ്പർ സാധനമാണത്. ഇതിൻ്റെ അകത്ത് മീൻ തല, മീൻ വെട്ടിയത്, എല്ലാ സാധനവും ഉണ്ട്. ഇറച്ചിയുടെ വേസ്റ്റ് എല്ലാം ഉണ്ട്. എനിക്ക് കിട്ടുന്ന സാധനം എല്ലാം ഞാൻ ഇതിൻ്റെ കൊണ്ടുവന്ന് ഇടും. ഇതുപോലെ ഇളക്കി കൊടുക്കും. നമുക്ക് ഇന്നൊന്നുമില്ല, എല്ലാം വേണം. അതുപോലെ കരിയില, ഇപ്പോൾ ചാരയില്ലെങ്കിൽ വീട്ടിലുള്ള കരിയിലകൾ തൂത്ത് കൂട്ടി കത്തിച്ച് ഇതിൻ്റെ അകത്ത് ഇടുക. ഏറ്റവും സൂപ്പർ സാധനമാണിത്. ഇതുപോലെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ നല്ലൊരു, മനസ്സിലായില്ലേ, നല്ലൊരു വരുമാന മാർഗ്ഗമാണ് ഇത്. നമുക്ക് ഇപ്പം വീട്ടിലെ ടാങ്കില്ലെങ്കിൽ ഇതുപോലൊരു 50 രൂപ കൊടുത്തിട്ട് ഫ്രിഡ്ജിൻ്റെ ഒരു അടുത്തിട്ട് വാങ്ങിക്കുക, സൈഡ് ബോഡി വാങ്ങിക്കുക. ഏറ്റവും നല്ലൊരു വരുമാന മാർഗ്ഗമാണ് ഇത്. നിങ്ങൾ ചെയ്യാതിരിക്കല്ലേ. വരുമാനം ഇല്ലാത്തവർക്കൊക്കെ നല്ല ഇതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ജോലിക്കും പോകണം. ഇതേന്നും പറഞ്ഞ് നോക്കിയിരിക്കരുത്. അപ്പം നല്ലൊരു വരുമാന മാർഗ്ഗമാണ്. നമുക്ക് 5 പൈസ ഇതിൻ്റെ അകത്ത് ചിലവില്ല. കൊടുക്കുന്ന സാധനം നല്ലതായിരിക്കുകയും വേണം. ഇതുപോലെ ചപ്പോ ചവറോ പ്ലാസ്റ്റിക്കോ ഒന്നും കാണാൻ പാടില്ല. നല്ല പൊടി തന്നെയായിരിക്കണം. നമുക്ക് കൊടുക്കുന്നതുകൊണ്ട് ആ വീട്ടുകാർക്ക് ചെടി നല്ലവണ്ണം വളരണം, എല്ലാം ചെയ്യണം. പിന്നെ അവരോട് പറയണം അതിൻ്റെ മൂട്ടിൽ തന്നെ ഇടരുതെന്ന് പറയണം. ഒക്കെ ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമുക്ക് ആദ്യത്തെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. പിന്നീട് ബിസിനസ് കയറി വരും, ഉയർന്നു വരും. മാസം ഒരു 10,000 10,000 ഒക്കെ ഉണ്ടാക്കാം വീട്ടിൽ ഇരിക്കുന്ന സമയത്ത്. അല്ല, നല്ലൊരു വരുമാന മാർഗ്ഗമാണ് ഇത്. ഇതിപ്പം എനിക്കിപ്പം 100 കിലോ ഉണ്ട്. ഇത് 20 രൂപ വെച്ച് കൊടുത്താൽ 2000 രൂപ കിട്ടും. അറിയാം. 5 കിലോ പാക്കറ്റ് വീതം ഉണ്ടാക്കിയാൽ മതി. ഉണ്ട്. ഇത് നല്ലൊരു വരുമാന മാർഗ്ഗമാണ്. നമുക്ക് ആരുടെയും ബുദ്ധിമുട്ടില്ല. ഇത് എന്നും ചിലവുള്ള ഒരു സാധനമാണ്. എന്നും ഇതുപോലെ തന്നെ ചെയ്യുക. വീട്ടിൽ അടുത്തുള്ള വീട്ടിൽ അവർ നമുക്ക് വേസ്റ്റ് തരുമെന്നുണ്ടെങ്കിൽ അതും എടുക്കുക. ഇനി തരുന്നില്ല എന്നുണ്ടെങ്കിൽ അതും എടുക്കാൻ പോകണ്ട. അടുത്തുള്ള വീടുകളിലൊന്നും ബുദ്ധിമുട്ടിക്കാൻ പോകണ്ട. തരുന്നില്ലെങ്കിൽ നമുക്ക് എടുക്കാൻ പോകണ്ട. അതിൻ്റെ അടുത്ത വീട്ടിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ട് വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുവന്ന് ഇടുക. ഇട്ടുമിച്ച അപ്പോൾ വാട അടിക്കാതിരിക്കാൻ വേണ്ടി നമ്മളത് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ചാരോടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വാടയൊന്നും അടിക്കത്തൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ നല്ലൊരു വരുമാന മാർഗ്ഗം തന്നെയാണ്. വീട്ടിൽ ഇരിക്കുന്നവർക്കും ചുമ്മാ ഇരിക്കുന്നവർക്കെല്ലാം നല്ലൊരു വരുമാന മാർഗ്ഗമാണ്. ഒരു 2 വീലർ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല 2 വീലറിൽ പോയി നമ്മൾ ചാണകം ഉള്ളിടത്ത് പോയി 2 ചാക്ക് ചാണകം കൊണ്ടുവരിക. പിന്നെ ആട്ടുംപുഴുക്ക ഉണ്ടെങ്കിൽ അത് കിട്ടുന്നുണ്ടെങ്കിൽ അതിടുക. കിട്ടുന്ന സാധനം മൊത്തം നമ്മൾ ഇടുക. ആട്ടുംപുഴുക്ക ഇടുമ്പോൾ നമ്മൾ വേറെ കാര്യം ചിന്തിക്കണം, അത് പൊടിച്ചേ ഇടാവും. അല്ലാതെ മുഴുവനും ഇട്ട് കഴിഞ്ഞാൽ അത് അന്ന് കിടക്കും, പൊടിയത്തില്ല. പൊടിച്ച് ഒത്തിരിയൊന്നും വേണ്ട, കുറേശ്ശെ പൊടിച്ചിടുക. അതുപോലെ കോഴിക്കാഷ്ടം ചുമ്മാ തരുന്ന സാധനം എല്ലാം വാങ്ങിച്ചിടുക. അല്ല, പൈസ കൊടുത്ത് നമ്മൾ ഒരു സാധനവും വാങ്ങിക്കണ്ട. പിന്നെ നമുക്ക് ചിലവെന്ന് പറഞ്ഞാൽ ഒരു കവറിൻ്റെ മാത്രമേ ചിലവുള്ളൂ. 5 കിലോ പാക്കറ്റ് 1 കിലോ പാക്കറ്റിൻ്റെ കവറിൻ്റെ മാത്രമേ ചിലവേ ഉള്ളൂ.
അങ്ങനെ ആ കവർ നമുക്ക് ഹോൾസെയിൽ കടയിൽ നിന്ന് കിട്ടും. അവിടെ ചെന്ന് പറഞ്ഞാൽ മതി എനിക്ക് ഇതുപോലെ ഈ സാധനങ്ങൾ മറ്റുള്ള സാധനങ്ങൾ പാക്ക് ചെയ്യുന്ന കവറല്ല, മറ്റേ ഈ കടകളിലൊക്കെ തൂക്കി കൊടുക്കുന്ന കവറ്, അത് 1 കിലോ തരാൻ പറഞ്ഞാൽ മതി. അതിലെ കവർ വാങ്ങിച്ചിട്ട് 2 കിലോ 3 കിലോ 4 കിലോ വീതം കിട്ടി വെക്കുക. അടുത്തുള്ള വീടുകളിലെല്ലാം പറയുക, പോകുന്ന വഴിക്കെല്ലാം പറയുക, ചെടികൾ അടുത്തടുത്ത് പറയുക, ഇതുപോലെ നല്ല വളമുണ്ട്, നിങ്ങൾ മറ്റുള്ളവർ 1 കിലോ ഇടുന്നതിൽ 100 ഗ്രാം ഇട്ടാൽ മതി, ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. വേണ്ടി വന്നാൽ നമ്മൾ ചെയ്ത് കാണിക്കുക. ചെയ്ത് കഴിയുമ്പം നല്ലൊരു ആദായമുള്ള മാർഗ്ഗമാണ് ഇത്. ചെയ്യാതിരിക്കല്ലേ. വരുമാനം ഇല്ലാത്തവർ എല്ലാം ചെയ്യുക. ഇതാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച ശരിയാക്കിയതാണ്. ഇപ്പം നല്ല വളമായി. ഇതിപ്പം 2 ദിവസം കഴിഞ്ഞാൽ പാക്ക് ചെയ്യാം. കണ്ടില്ലേ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, ദിവസവും വന്നിട്ടും. അപ്പോൾ വീട്ടിലെ സാധനങ്ങൾ വേസ്റ്റ് വണ്ണിൻ്റെ അകത്ത് നമ്മൾ എറിയണ്ട. ആ വേസ്റ്റെല്ലാം നമ്മൾ സ്വരൂപിച്ച് ഇങ്ങനെ ചെയ്താൽ മതി. അല്ലാതെ നമ്മൾ വേസ്റ്റ് കൊണ്ടുവന്നിട്ട് അന്യൻ്റെ അകത്തോ വല്ല കുഴിയിലോ മറ്റുള്ള തോട്ടുംകരയിലൊക്കെ എറിഞ്ഞ് കളയരുത്. നല്ലൊരു വരുമാന മാർഗ്ഗമാണ്.